നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, നിന്റെ വാക്ചാതുര്യം കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ നീ കരുതണ്ട. എനിക്ക് നിന്നോട് ദേഷ്യമാണെങ്കിൽ വർമ്മ സാറിന് എന്നെ ശാസിക്കാം, എന്നെ അടിക്കാം. പക്ഷേ എന്നും വർമ്മ സാറിന്റെ സേവകനായി സാറിന്റെ തണലിൽ ജീവിക്കാനാ ഈ രാജുവിന് ഇഷ്ടം. രാജു, എത്രയാണ് നിന്റെ പ്രായം? ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വിവേകവും വിശാലമായ മനസ്സ് നിനക്ക് എങ്ങനെ ഉണ്ടായി? എല്ലാം ഞാൻ എന്റെ വർമ്മ സാറിനെ കണ്ടാ പഠിച്ചത്. ഒപ്പം ജോലി ചെയ്യുന്ന എനിക്ക് വർമ്മ സാർ തരുന്ന സ്ഥാനവും പരിഗണനയും സഹായങ്ങളും കണ്ട ഒരു മനുഷ്യനായാൽ എങ്ങനെ ആവണമെന്ന് ഞാൻ പഠിച്ചത്. ഒരുപാട് സന്തോഷമായി രാജു. എന്തായാലും നീ തിരിച്ചൊന്നല്ലോ. എന്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു. ആർക്ക് വേണ്ടിയാണോ ഞാൻ അറസ്റ്റിലായത്, ആരുടെ പേരിലാണോ കളങ്കം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അതേ ഋതിക മാഡം വലിയൊരു റിസ്ക് എടുത്ത് എന്നെ ജയിൽ മോചിതനാക്കി. ആഹാ, രാജു വന്നോ? കൊള്ളാലോ. ഐ എം സോ ഹാപ്പി. വർമ്മ സാറേ, ശരിക്കും ആ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനഃപൂർവ്വം ഋതിക മാഡത്തിന്റെ കാറിന്റെ മുമ്പിലേക്ക് വന്ന് വീണ് നാടകം കളിച്ചതാ. എന്തിനാണെന്ന് ഞാൻ അന്വേഷിക്കാൻ വർമ്മ സാറേ. ഋതിക മാഡത്തെ മനഃപൂർവ്വം കെണിയിലാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ആരോ ഒരാൾ മാഡത്തിന്റെ പിന്നാലെ ഉണ്ട്. ആരാത്? നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയ് രാജു. നിനക്ക് സംശയം തോന്നിയാൽ അതിലൊരു ന്യായം ഉണ്ടാവും. അത് ആരായാലും ശരി, അവനെ ഞാൻ ലോക്കപ്പിലാക്കും. പറയാൻ വർമ്മ സാറേ, ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാ തെളിവുകളോടും കൂടി ഋതിക മാഡത്തിന്റെ പിന്നിലുള്ള ആളെ വർമ്മ സാറിന്റെ കാൽ ചവിട്ടി ഞാൻ ഇട്ടുതരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.